അപ്പോൾ കേസ് ഞങ്ങൾ വാതിലൊക്കെ അടച്ചിട്ട് ഞങ്ങളൊരു ചെറിയൊരു യാത്ര പോവുകയാണ് കേട്ടോ. സൗവും ഞാനുള്ള ബാഗൊക്കെ തൂക്കി നമ്മൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ടാണ് പോണത്. തൃശ്ശൂർക്കാണ് കേട്ടോ കേസ് പോണത്. നമ്മുടെ ലോട്ടറി ക്ഷേമനിധിയിൽ നിന്ന് ഒരു വണ്ടി പാസ്സായിട്ടുണ്ട്, അതെടുക്കാൻ പോവുകയാണ് കേസ്. ഇപ്പോൾ ഓട്ടോയിലാണ് കേസ് ഞങ്ങൾ പോണത്. വീട്ടിൽ നിന്ന് ഇറങ്ങി എന്തായാലും ഓട്ടോയിൽ പോയി സ്റ്റേഡിയത്തിൽ നിന്ന് തൃശ്ശൂർ ബസ് കയറിയിട്ടാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പോൾ നമ്മൾക്ക് ക്ഷേമനിധി ലോട്ടറി ക്ഷേമനിധിയിൽ നിന്ന് എന്നെ എന്താ പറയുക സൈഡ് വീൽ ഫിറ്റ് ചെയ്ത ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഓട്ടോയിൽ അല്ല ബസ്സിൽ പോണത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകട്ടെ കേസ്. ഇതാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി. ഇവിടെ കുറേ വണ്ടികളുണ്ട്. നമ്മുടെ നമ്പർ പ്ലേറ്റും ഉണ്ട് വിളിക്കാൻ. നിങ്ങളുടെ വണ്ടി അത് എൻ്റെ വണ്ടിയാണ്. 43 വണ്ടി കൊണ്ട് 3 ജില്ലയും കൂടി. അതെ അതെ 3 ജില്ല: എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് അല്ലേ. അപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. ഫ്രീ ആയിട്ടാണ് ലോട്ടറി ക്ഷേമനിധിയിൽ നിന്ന് കിട്ടുന്നതാണ്. ഇത്രയും പേർക്കുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ വണ്ടി എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പാലക്കാട്ടിൽ നിന്നുള്ളവരുണ്ട്, തൃശ്ശൂരിൽ നിന്നുള്ളവരുണ്ട്, എറണാകുളത്ത് നിന്നുള്ളവരുണ്ട് അല്ലേ. നമുക്ക് അതാണ് കോൺഫറൻസ് ഹാൾ, അവിടെ പോകാം. നമ്മുടെ വണ്ടിക്ക് എന്താണ് നമ്പർ പ്ലേറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് വണ്ടി എടുക്കുന്ന മുമ്പ് തന്നെ അവർ തന്നെ വന്ന് വണ്ടിയിൽ നമ്പർ പ്ലേറ്റ് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെയാണ് കേട്ടോ. ഷിജു എന്നുള്ള അവിടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്പർ പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടൻ വന്നിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചില വണ്ടികൾക്കൊക്കെ നമ്പർ പ്ലേറ്റ് ഉണ്ട്. അവർക്കൊക്കെ ഇവർ ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് തരികയാണ്. അല്ലാത്തവർ വണ്ടി വേറെ വണ്ടി വിളിച്ചിട്ട് കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞതേ. അപ്പോൾ ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ വണ്ടി നമ്പർ കാണിക്കട്ടെ. അപ്പോൾ തൃശ്ശൂർ സിവിൽ സ്റ്റേഷൻ
ലേക്കാണ് കേസ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടെ ജില്ലാതല ഉദ്ഘാടനമാണ്. കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഏജൻറ്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി ബോർഡ് കേട്ടോ. അതിൻ്റെ ഉദ്ഘാടനമാണ്. TB സുബൈർ എന്ന് പറഞ്ഞിട്ട് ഒരു ആളാണ് വന്നിട്ട് ഉദ്ഘാടനമൊക്കെ ചെയ്യുന്നത്. ഇവിടെ നിറയെ കസേരകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉദ്ഘാടനം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കിട്ടുന്നുണ്ട് കേസ്. ജില്ലാതല ഉദ്ഘാടനമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സൂര്യനാരായണൻ T, ചന്ദ്രൻ, മണികണ്ഠൻ K, ഷിജു, സുരേഷ്, രമേഷ് K, രാജൻ PS, അബ്ദുൽ ഖാദർ A, ശ്രീ PB വിനോദ് ജില്ലാ ഭാഗ്യ ഓഫീസർ പാലക്കാട്, ശ്രീമതി KG സിന്ധു ജില്ലാ ഭാഗ്യ നമ്മുടെ ക്ഷേമനിധിരംഗങ്ങളായുള്ള ശ്രീ PB വിനോദ് ആശംസ അർപ്പിച്ച് അവിടെ പങ്കെടുക്കുന്ന CITUവിനെ പ്രതികരിച്ച് ശ്രീ KK പുഷ്പാകരൻ IUC പ്രതികരിച്ച് വാഹനത്തിന്റെ പാലക്കാട് നിന്നുള്ള ഷിജുവിനെ സ്നേഹപൂർവ്വം ഈ വേദിയുടെ മുമ്പത്തേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട ക്ഷേമനിധി ബോർഡ് ചെയർപേഴ്സൺ ജില്ലാ സെക്രട്ടറി ശ്രീ KM വിജയൻ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. രണ്ട് പൈസ കൊടുക്കണ്ടേ മൂപ്പര് നമ്പർ അയക്കി എങ്ങനെ ചുമാർ ഈ വണ്ടി ഒതുക്കി വണ്ടി ആ വണ്ടി മാറ്റാൻ പറഞ്ഞു ആ വണ്ടി അപ്പോൾ കുറേ പേർക്ക് വണ്ടി കിട്ടിയിട്ടുണ്ട്. ഓരോരുത്തർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കൊണ്ടുപോകണു, ചിലവർ വണ്ടിയിൽ കൊണ്ടുപോകുന്നുണ്ട് അല്ലേ. അപ്പോൾ തൃശ്ശൂർ സിവിൽ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ ഞങ്ങൾ നിൽക്കുന്നത്. ഞാൻ സൗവും ഇതാണ് നമ്മുടെ വണ്ടി നമ്പറൊക്കെ കിട്ടി. വണ്ടി നമ്പർ ഒന്ന് കാണിക്കും സാർ. ആ അത് കുഴപ്പമില്ല, അത് കാണിച്ചാൽ മതി. 6184. അപ്പോൾ വണ്ടി നമ്പർ കിട്ടി. അതിൻ്റെ കൂടെ തന്നെ ഒരു ഹെൽമെറ്റും കിട്ടിയിട്ട് കേസ്. അപ്പം ഇനി ഹെൽമെറ്റ് വെച്ചിട്ട് ഞങ്ങൾ നേരെ ഇനി ഗുരുവായൂരാണ് കേസ് ഉണ്ട് പോകണം. ഗുരുവായൂർ പോയിട്ട് നാളെ വീട്ടിലേക്ക് പോകുള്ളൂ.
അപ്പോൾ ഇനി ഗുരുവായൂരിലെ കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണണം കേട്ടോ. എണ്ണ അടിക്കാൻ പോകാം. നമ്മളെ വണ്ടി കിട്ടിയിട്ട് ഫസ്റ്റ് എണ്ണ അടിക്കാൻ പോകണം. തോന്നിയില്ലോ ഇതല്ല, ആകെ നമ്മൾ ഓടിയിരിക്കുന്നത് 9 കിലോമീറ്ററാണ് കേട്ടോ. അതിൽ ടൈമൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മുടെ പെട്രോൾ പമ്പത്തിൽ കഴിയാനായിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഇത് കാണിക്കും. അല്ല ഇതൊക്കെയാണ് കേട്ടോ കേസ്. അപ്പോൾ നമുക്ക് എണ്ണ അടിക്കാം ആദ്യം. അപ്പോൾ കറക്റ്റ് 5 ലിറ്റർ അടിച്ചു കേട്ടോ കേസ്. 5 ലിറ്റർ അടിച്ചപ്പോൾ ഫുൾ കട്ട കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഓടിയിരിക്കുന്നത് 9 കിലോമീറ്ററാണ് കേട്ടോ ഓടിയിരിക്കുന്നത്. ഇപ്പോൾ സമയമടക്കം കാണിക്കുന്നുണ്ട് 4:17 വൈകുന്നേരമാണ്. അപ്പോൾ ഞങ്ങൾ നേരെ ഇനി ഗുരുവായൂർക്ക് പോകാമെന്ന് കേട്ടോ കേസ്. പെട്രോൾ പമ്പിൽ എണ്ണയൊക്കെ അടിച്ചിട്ട് ഗുരുവായൂർ പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അടിപൊളിയായിട്ട് കേസ്, ഭയങ്കര സന്തോഷം. അപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് കേസ്. ഞങ്ങൾക്ക് പുതിയ വണ്ടിയൊക്കെ എടുത്ത് നല്ല രസമുണ്ട് ഓട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഗുരുവായൂർ പോയിട്ട് ആദ്യം ഭഗവാന്റെ അല്ലേ അവിടെ നിന്ന് പൂജ കഴിച്ചിട്ട് നാളെ ഭഗവാനെയൊക്കെ കണ്ട് തൊഴുതിയിട്ട് തിരിച്ച് വരുള്ളൂ കേട്ടോ കേസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നാളെ ഗുരുവായൂരിലെ വ്ളോഗായിട്ട് കാണാട്ടെ കേസ്. ഓക്കെ, ബൈ പറ.